അപ്പോൾ നമസ്കാരം. നമുക്ക് ഇന്നത്തെ സെക്ഷനിൽ എങ്ങനെയാണ് പാക്കറ്റ് റൈസർ ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്നും പാക്കറ്റ് റൈസറിൻ്റെ ലോഗ് ഓൺ സ്ക്രീൻ ബൈപ്പാസ് ചെയ്യുന്നതെന്നും നോക്കാം. അപ്പോൾ നമ്മൾ പാക്കറ്റ് റൈസർ സോഫ്റ്റ്വെയർ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുന്നു. നമ്മളെല്ലാം അക്സെപ്റ്റ് ചെയ്യുക. നെക്സ്റ്റ് സിയിൽ പ്രോഗ്രാം ഫയൽസിലോടാണ്. നെക്സ്റ്റ് ഡെസ്ക്ടോപ്പ് ഐക്കൺ ഇൻസ്റ്റാൾ. പാക്കറ്റ് റൈസറിൻ്റെ സോഫ്റ്റ്വെയർസ് ആവശ്യമുള്ളതൊക്കെ ഇപ്പം ഇൻസ്റ്റാളിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പാക്കറ്റ് റൈസർ എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇത് ഇന്റർനെറ്റിലോട്ടുള്ള കണക്ഷൻ പോകുന്നത് കൊണ്ടാണ് നമുക്ക് എന്ത് ചോദിക്കുന്നത്, ലോഗ് ഓൺ സ്ക്രീൻ ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ലോഗ് ഓൺ സ്ക്രീനിനെ ബൈപ്പാസ് ചെയ്യുകയാണ് ചെയ്യുക. വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പാക്കറ്റ് റൈസർ ക്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, പാക്കറ്റ് റൈസർ ലോഞ്ച് ചെയ്യാം. യെസ്. അപ്പോൾ ഈ ലാബ് ഉണ്ടോ, നമ്മുടെ നെറ്റ് കാഡ് അക്കാദമിൻ്റെ ഐഡി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഈ പ്രശ്നം വരും. അപ്പോൾ നമ്മൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പാക്കറ്റ് റൈസർ ക്ലോസ് ആയി പോകും. അതായത് firewall.cpl ടേൺ വിൻഡോസ് സ്വിച്ചസ് ഓൺ ഓർ ഓഫിൽ ഓൾറെഡി നമ്മുടെ കമ്പ്യൂട്ടറിൽ ഫയർവാൾ ഓൺ ആണ്. അപ്പോൾ ഓണായി നിൽക്കുന്ന സിനാരിയോയിലാണ് നമ്മൾ എന്ത് ചെയ്യുക, അഡ്വാൻസ് സെറ്റിങ്സ് എടുക്കുക. അവിടെ ഇൻബൗണ്ട് റൂളിൽ 2 റൂൾ ക്രിയേറ്റ് ചെയ്യാം. ന്യൂ റൂൾ, പ്രോഗ്രാം. ഏത് പ്രോഗ്രാമിനെയാണ് നമ്മൾ ബ്ലോക്ക് ചെയ്യുക? സി ഡ്രൈവിൻ്റെ ഉള്ളിൽ പ്രോഗ്രാം ഫയൽസിൻ്റെ ഉള്ളിൽ സിസ്കോ പാക്കറ്റ് റൈസറിൽ ബൈനറിയിൽ പാക്കറ്റ് റൈസർ .exe എന്ന് പറഞ്ഞ പ്രോഗ്രാമിനെ ലാൻ ഉണ്ടോ ബ്ലോക്ക് ചെയ്യുക. അതായത് ഇന്റർനെറ്റിലോട്ടുള്ള കണക്ഷനെ ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ബ്ലോക്ക് പാക്കറ്റ്, അതായത് ഇൻബൗണ്ടിലും ഔട്ട്ബൗണ്ടിലും സെയിം വേണം. അതേപോലെ തന്നെ ഇൻബൗണ്ട് ന്യൂ റൂൾ, പ്രോഗ്രാം ഇതുണ്ട് Qt വെബ് എഞ്ചിൻ, അത് നമ്മൾ എന്ത് ചെയ്യുക, ബ്ലോക്ക് ചെയ്യുക. അപ്പൊ ഇന്റർനെറ്റ് കണക്ഷൻ അത് ബ്ലോക്ക് ആവും. സെയിം ഇൻബൗണ്ട് റൂൾ എടുക്കുക, ന്യൂ റൂൾ, പ്രോഗ്രാം, ബ്രൗസ്, പാക്കറ്റ് റൈസർ, ബ്ലോക്ക്. സെയിം Qt വെബ് എഞ്ചിനും നമ്മൾ എന്ത് ചെയ്യാം, ബ്ലോക്ക് ചെയ്യാം. പ്രോഗ്രാംസ്, ബ്രൗസ്, Qt വെബ് എഞ്ചിൻ, ഫിനിഷ്. അതിനുശേഷം നമ്മൾ സിസ്കോന്റെ പാക്കറ്റ് റൈസർ ഉണ്ടോ ഡബിൾ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ പാക്കറ്റ് റൈസർ ഓപ്പൺ ആയി വരും. ആ വിൻഡോ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, റൗട്ടേഴ്സും സ്വിച്ചസും ഒക്കെ എടുത്ത് വെക്കാൻ പറ്റുന്ന നമ്മളുടെ ഓപ്ഷൻ വന്നു. പിന്നെ നമുക്ക് റൗട്ടർ സ്വിച്ച് ഒക്കെ എടുത്ത് വെച്ച് നിങ്ങൾക്ക് ഓരോ ലാബും സിമ്പിളായിട്ട് ചെയ്ത് നോക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട പോയിന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ പാക്കറ്റ് ഫയർവാൾ ഓഫ് ആണെങ്കിൽ firewall.cpl എടുത്തിട്ട് ഫയർവാള് ചിലർ എന്ത് വെച്ചാൽ ഫയർവാൾ ഓഫാക്കി വെക്കും. ഫയർവാൾ ഓഫാക്കി കഴിഞ്ഞാൽ പിന്നെ ഫയർവാൾ എന്ന് പറഞ്ഞ ഈ പ്രോഗ്രാമിന് നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്ന് നെറ്റ്വർക്കിലോട്ട് പോകുന്ന കാര്യങ്ങൾ നോക്കാനുള്ള കഴിവുണ്ടാവില്ല. അപ്പോൾ വീണ്ടും എന്ത് ചെയ്യും, വരും. ഉണ്ടോ ലോഗിൻ സ്ക്രീൻ. അങ്ങനത്തെ കേസ് ആണെങ്കിൽ നിങ്ങൾ ഫയർവാൾ ഓഫായി വെച്ചിട്ടുള്ള കേസിലാണെങ്കിൽ റണ്ണിൽ ncpa.cpl എന്ന് അടിച്ചിട്ട് നമ്മുടെ ലാൻ അല്ലെങ്കിൽ വൈഫൈനെ ഡിസേബിൾ ചെയ്ത് വെക്കുക. പാക്കറ്റ് റൈസർ ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് വൈഫൈനെ ഡിസേബിൾ ചെയ്തതിന് ശേഷം പാക്കറ്റ് റൈസർ ഓപ്പൺ ചെയ്യാം. ഇത് ഓണായി വരുമ്പോൾ മാത്രമേ കണ്ടോ, ഓൺ ആയതിനു ശേഷം നിങ്ങൾക്ക് ഇന്റർനെറ്റ് കണക്ഷൻ എനേബിൾ ചെയ്താലും പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. ഓക്കെ, താങ്ക് യു.